ബാക്ക് ടു എജുപോഡ്. സോ മക്കളെ, ഓൺ എക്സാമിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മൾ ആണല്ലോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, റൂ റൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കഹാനി അല്ലേ. ആ ചാപ്റ്ററിൽ നിന്നും ഓൺ എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്തായാലും മിസ് പറഞ്ഞു തരുന്ന ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ട് വെക്കുക. ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. റെഡിയാണ്? പഠിക്കുമല്ലോ എല്ലാവരും? പഠിക്കും എന്നുള്ളവരെല്ലാവരും കമന്റ് ബോക്സിൽ യെസ് മിസ് എന്നൊരു കമന്റ് അങ്ങ് തരണേ. മിസ്സിന് എല്ലാവരും പഠിക്കുക കേട്ടോ. കറക്റ്റ്. അപ്പം നോക്കിയും മക്കളെ, മിസ് ഇതേ നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാൻ പോവാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ് കേട്ടോ. റെഡിയാണ്? അപ്പം നമുക്ക് ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം. ഏതായിരുന്നു നമ്മുടെ ചാപ്റ്റർ? റൂ റൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കഹാനിയായിരുന്നു, ഒരു കഥയായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? റൂരു ആരാണ്? കങ്കാരു കുഞ്ഞാണ്. കങ്കാരുവിന്റെ കുഞ്ഞ് അമ്മയുടെ ആ പോക്കറ്റിൽ നിന്നും ഇറങ്ങുകയാണ് ലോകം കാണാൻ വേണ്ടിയിട്ട്. അമ്മ അതിനെ ഇറക്കി വിടുകയാണ് അല്ലേ. നീ പൊയ്ക്കോ, ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിക്കോ, ഫ്രണ്ട്സിനെയൊക്കെ കണ്ടോ എന്ന് പറയാണ്. അങ്ങനെ കങ്കാരുവിന്റെ കുഞ്ഞിങ്ങനെ നടന്ന് 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 ലാസ്റ്റ് ഒരു പക്ഷികളുടെ കുടുംബത്തിലെത്തും. അവരുടെ കുട്ടീനെ സഹായിക്കും, അമ്മയുടെ പോക്കറ്റിൽ കൊണ്ടുവയ്ക്കും. അതൊക്കെയല്ലേ നമ്മൾ ഈ കഥയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആണല്ലോ. യെസ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്നും ഓൺ എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു കോൺവെർസേഷൻ ആണ്. കണ്ടോ? ആരുടെ കോൺവെർസേഷൻ ആണ്? നമ്മുടെ ഈ കങ്കാരുവിന്റെ കുഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പക്ഷി കുഞ്ഞിനെ അമ്മയുടെ പോക്കറ്റിൽ ജേബിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജേബിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ പക്ഷിക്കുഞ്ഞ് തിരികെ പോയിട്ടുണ്ടായിരുന്നു. ആ തിരികെ പോയിട്ട് പക്ഷിക്കുഞ്ഞ് എവിടെ എത്തിയിട്ടുണ്ട്? അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് കഥകളൊക്കെ പറയുന്ന ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ആ കോൺവെർസേഷൻ ആണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നോക്കിയോ. ചോദ്യം എങ്ങനെയാണ്? സബേരേ സാരേ മിത്ര ആയേം. അപ്പോൾ വൈകുന്നേരം എല്ലാ ഫ്രണ്ട്സും വരികയാണ്. ചിടിയാസേ ബാത്തേം കർണേ ലഗേ. പക്ഷിയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്നത്, അവരുടെ സംഭാഷണത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യം നോക്കിക്കോളൂ. എന്താണ്? ഹാത്തി. ഹാത്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ആനയാണ് കേട്ടോ. അപ്പൊ ആന പറയാണ്, കങ്കാരു കി ജേബ് മേം കൈസാ രഹാ. കങ്കാരുവിന്റെ പോക്കറ്റില് കൈസാ രഹാ. കൈസാ രഹാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളി ആയിരുന്നു എന്ന് ചോദിക്കുകയാണേ. കൈസേ രഹാ എന്ന് പറഞ്ഞാല് ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ചിടി എന്താ പറയുന്നത്? നമ്മുടെ പക്ഷി ബഹൂത്ത് അച്ചാദാ, വളരെ അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറയാണ്. അപ്പൊ അടുത്ത ആള് മേട്ടക്ക്. മേട്ടക്കാരാ? തവളയാണ്. തവള ചോദിക്കാണ്, ക്യാ ജേബ് മേം ടെർ നഹീ ലഗാ. ക്യാ ജേബ് മേം ടെർ നഹീ ലഗാ. നിനക്ക് പോക്കറ്റിൽ പേടിയായിട്ടില്ലായിരുന്നോ? ജേബിൽ നിനക്ക് പേടിയില്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ടെർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേടി. ടെർ നെഹീം ലഖ എന്ന് പറഞ്ഞാൽ പേടി തോന്നിയില്ലായിരുന്നോ? ഓക്കെ, നിനക്ക് പേടി തോന്നിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം എന്താ ചിടിയ പറയുന്നത്? നെഹീം ഇല്ല, മജാദ നല്ല രസമായിരുന്നു. മജാദ എന്ന് പറഞ്ഞാൽ എന്താ? അടിപൊളി, രസമായിരുന്നു. ഓക്കെ, നല്ല രസമാണെന്ന് പറയാണ്. അപ്പം അടുത്ത ആൾ വരികയാണ് ബന്ദർ. ബന്ദർ ആരാ? കുരങ്ങനാണ് കേട്ടോ. അപ്പം കുരങ്ങൻ ചോദിക്കാണ്, അമ്മി കൈസീതി. അമ്മ എങ്ങനെയുണ്ട്? അമ്മി കൈസീതി എന്ന് പറഞ്ഞാൽ, കൈസീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പം അമ്മ എങ്ങനെയുണ്ട് ചോദിക്കുകയാണ്. അപ്പം ചിടിയ പറയാണ്, ബഹൂത്ത് അച്ചീതി, വളരെ നല്ലതാണ്, നല്ല അമ്മയാന്ന് പറയാ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആൾക്കാർ വരികയാണ്. ഇനി അടുത്തത് ബാലു വരികയാണ്. ബാലു ആരാ? കരടിയാണ്. അപ്പം ബാലു ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? രൂരു കഹാം രഹ. രൂരു നീ എവിടെയായിരുന്നു നിന്നത്? നീ എവിടെയായിരുന്നു? ഓക്കെ, കഹാം രഹ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ? കഹാം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? രൂരു നീ അപ്പം എവിടെയായിരുന്നു? അപ്പം എന്താ ചിടിയ പറയുന്നത്? ജേബ് മേം ഹീ രഹ. ജേബിലായിരുന്നു നിന്നത്. ജേബ് എന്താണ്? പോക്കറ്റാണ്. ഓക്കെ, അതായത് ആ സഞ്ചിയാണ്. നിങ്ങൾ കണ്ടില്ലേ, കങ്കാരുവിൻ്റെ വയറിൻ്റെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ടാവും, അതിലല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കുക. അതാണ് കേട്ടോ ജേബ്. ആ വാക്ക് പഠിക്കണേ. ജേബ് പഠിച്ചിട്ട് വെക്കണം, എന്തായാലും പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരുവേ. അപ്പം ജേബിലായിരുന്നു നിന്നത് എന്ന് പറയാണ്. അപ്പം അടുത്ത ആൾ വരികയാണ്, ലോമട്ടി വരികയാണ്. ലോമട്ടി ആരാ? കുറുക്കനാണ് കേട്ടോ. അപ്പം കുറുക്കൻ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? ക്യാ തും ഫിർ ജാओगी ജേബ് മേ. എന്താ ചോദിക്കുന്നേ? ക്യാ തും ഫിർ ജാओगी ജേബ് മേ. എന്താ നീ ഇനി വീണ്ടും ജേബിലേക്ക് പോവോ? നീ ഇനി വീണ്ടും പോക്കറ്റിലേക്ക് പോവോ പക്ഷേ എന്ന് ചോദിക്കുകയാണേ. പോവോ ചിടിയാ എന്ന് ചോദിക്കുകയാണേ. ഫിർ എന്ന് പറഞ്ഞാൽ വീണ്ടും. അപ്പൊ ചോദിക്കുകയാണ്, നീ വീണ്ടും പോവുമോ? വീണ്ടും പോവുമോ എന്ന് ചോദിക്കുകയാണേ. അപ്പൊ ചിടി എന്താ പറയുന്നത്? നെഹി ജാവുങ്കി. ഇല്ല, പോവില്ല. പോവില്ല കേട്ടോ. നെഹി ജാവുങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? പോകില്ല എന്ന് പറയാണ്. അപ്പൊ മുറുകി ചോദിക്കുകയാണ്. മുറുകി ആരാണ്? കോഴിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ കോഴി അമ്മ ചോദിക്കുകയാണ്, ക്യോ? അതെന്താ
എന്തുകൊണ്ടാണ് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ വൈ എന്താ നീ പോവാത്തത് എന്ന് ചോദിക്കുകയാണേ. അപ്പൊ ചിടി എന്താ പറയുന്നത്? മേം ഉടനെ ലായക് ഹോത്തി ഹേ, എനിക്ക് പറക്കാൻ സാധിക്കും, ഞാൻ പറക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു പക്ഷിയാണ്. മേം ഉടനെ ലായക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടന എന്ന് പറഞ്ഞാൽ പറക്കുക എന്നാണ്. അപ്പൊ പറയാണ് എനിക്ക് പറക്കാൻ കഴിയും, അപ്പൊ പിന്നെ ഞാൻ പോക്കറ്റിൽ ഇരിക്കണ്ടല്ലോ, എനിക്ക് പറക്കാലോ, എനിക്ക് പറന്നിട്ട് പോവാലോ. അപ്പം സബീ ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മൃഗങ്ങളും, ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗമാണ്. ഓക്കെ, അപ്പൊ എല്ലാ മൃഗങ്ങളും കൂടി ഒരുമിച്ച് പറയാണ് ടീക് ഹം ജാത്താ ഹേ, ശരി ശരി ഞങ്ങൾ പോവാട്ടോ എന്ന് പറയാണ്. ഹം ജാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ പോവുന്നു. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? ഈ ഒരു ചോദ്യം എന്തായാലും ഓണം എക്സാമിന് ചോദിക്കും. നിങ്ങളുടെ അടുത്ത് റൂരു എന്ന ചാപ്റ്ററിൽ നിന്ന് കോൺവെർസേഷൻ അടിപൊളിയാക്കി പഠിച്ചിട്ട് വെക്കുക. കുഞ്ഞു കോൺവെർസേഷൻ ആ മിസ് കൊടുത്തത് കേട്ടോ. അപ്പം അത് സൂപ്പറാക്കി പഠിച്ചിട്ട് വെക്കണം. ഇനി അടുത്ത ആളിതേ അടുത്ത ചോദ്യം ഇതാണ്. ഇതാരാണ്? ഓരോ മൃഗങ്ങളും ആ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരും. ഓക്കെ അല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട് കങ്കാരു. കണ്ടോ? ആദ്യത്തേത് കങ്കാരു ആണ്. കങ്കാരുവിൻ്റെ കുഞ്ഞിനെ നമ്മൾ എന്താ പറയുക? ജോയിസ്. കണ്ടോ? എന്താ പറയുക? ജോയിസ് എന്നാണ്. ഇതാ അവിടെ എഴുതിയിട്ടുണ്ട്, ജോയിസ് എന്നാണ് കങ്കാരുവിൻ്റെ കുഞ്ഞിനെ നമ്മൾ പറയാം. ഇനി രണ്ടാമത്തെ ആൾ ഇതാരാ? നായയാണ്. നായക്ക് നമ്മൾ കുത്ത എന്നാണ് പറയുക. ഓക്കെ, കുത്തയാണ്. നായന്റെ കുഞ്ഞിന് നമ്മൾ എന്താ പറയുക? അതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേ ഇവിടേക്ക് വന്നോളൂ. നായന്റെ കുഞ്ഞിന് നമ്മൾ പറയുന്നത് ഇതാ പിള്ള എന്നാണ്. എന്താണ്? പിള്ള. ഓക്കെ, ഇനി അടുത്തത് ഒരു പൂച്ചയാണ്. പൂച്ചയ്ക്ക് നമ്മൾ എന്താ പറയുക? ബില്ലി എന്നാണ് പറയുന്നത്. ഓക്കെ, പൂച്ചയ്ക്ക് നമ്മൾ ബില്ലി എന്ന് പറയും. അപ്പം ബില്ലിന്റെ പൂച്ചക്കുഞ്ഞിന് എന്താ പറയുക? അവിടെ ഉണ്ടല്ലോ ബിലൗട്ട. കണ്ടോ? ബിലൗട്ട എന്നാണ് പൂച്ചക്കുഞ്ഞിന് പറയുക. പഠിക്കണേ, കുഞ്ഞുങ്ങളുടെ പേര് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് കോഴിയാണ്. കോഴിക്ക് നമ്മൾ മുർഗി എന്നാണ് പറയുന്നത്. ഓക്കെ, മുർഗി. ഓക്കെ അല്ലേ? കോഴിയുടെ കുഞ്ഞിന് നമ്മൾ എന്താ പറയാ? കോഴിയുടെ കുഞ്ഞിന് പറയുന്ന പേര് ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചൂസ. എന്താണ്? ചൂസ. എന്തൊക്കെയാണ്? അപ്പം ഈ 4 കുഞ്ഞുങ്ങളുടെ പേര് നോക്കിയോ. ഫസ്റ്റത്തത് കോഴിക്കുഞ്ഞിന് ചൂസ, രണ്ടാമത്തത് പൂച്ചക്കുഞ്ഞിന് ബിലൗട്ട, മൂന്നാമത്തത് കങ്കാരു കുഞ്ഞിന് ജോയ്സ്, നാലാമത്തത് നായക്കുഞ്ഞിന് പിള്ള. ഓക്കെ അല്ലേ? ചൂസ, ബിലൗട്ട, ജോയ്സ്, പിള്ള. പഠിച്ചിട്ട് വെക്കാട്ടോ. കുഞ്ഞുങ്ങളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഈ ചോദ്യവും ഓണം എക്സാമിന് ചോദ്യ പേപ്പറിൽ ചോദിക്കും. അപ്പം അടിപൊളിയാക്കി പഠിച്ചിട്ട് വെക്കുക. സെറ്റാണല്ലോ? അപ്പം ഈ 2 ചോദ്യങ്ങൾ കോൺവെർസേഷനും വരും, ഇതേപോലെ കുഞ്ഞുങ്ങളുടെ പേരും നിങ്ങളുടെ അടുത്ത് ഓണ പരീക്ഷയ്ക്ക് ചോദിക്കും. പഠിച്ചിട്ട് അടിപൊളിയാക്കി വെച്ചോളൂ. എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ചോദ്യ പേപ്പറിൽ. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? അപ്പം ഇനി ചാപ്റ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വലിയ കുറേ പേജിൽ 4-5 പേജിലൊക്കെയാണ് കഥ കൊടുത്തത്. അപ്പം അത് കണ്ടിട്ട് അയ്യോ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. മിസ് നമ്മുടെ എജു പോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒക്കെ എങ്ങനെയാ അറിയോ പഠിപ്പിച്ചിട്ടുള്ളത്? പിക്ചേഴ്സ് വെച്ചിട്ടാണ്. ചിത്രങ്ങൾ ഓരോ പേജിലും വെച്ചിട്ടാണ് മിസ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ചിത്രങ്ങൾ കണ്ടു പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറിയിലേക്ക് അത് എത്തും. മെമ്മറിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, കുറേ നാൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്വാതി മിസ് സൂപ്പർ ബാച്ചിൽ പിക്ചേഴ്സ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ മിസ്സാക്കി കളയണ്ട. ഓണപരീക്ഷയ്ക്കുള്ള എല്ലാ ചാപ്റ്റേഴ്സും മിസ് പിക്ചേഴ്സ് വെച്ച് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓണപരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എജുപോർട്ടിലെ കുട്ടികൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്തോ? എജുപോർട്ടിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ. കമൻറ്റ് ബോക്സിൽ മിസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേര് അതിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, മറന്നു പോവണ്ട, വിട്ടു പോവരുത്. ഓണ എക്സാം തൊട്ടടുത്താണ്. എ ഗ്രേഡ് മേടിക്കണ്ടേ? ഹിന്ദിയിൽ അടിപൊളിയാക്കി മാർക്ക് മേടിക്കണ്ടേ? യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ 6ാം ക്ലാസ്സിൻ്റെ ബാച്ചിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ. ഫുൾ വർഷം നമുക്ക് അടിപൊളിയാക്കി സെറ്റാക്കി പഠിക്കാം. ഓക്കെ ആണ്? സെറ്റാണല്ലോ? സോ മക്കളെ അടിപൊളിയാക്കി പഠിച്ചു തുടങ്ങുക കേട്ടോ. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്തോളൂ? നന്നാക്കി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കോളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.